നഗരവികസനം കേരളത്തിൽ BJP എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് ചിലർ ചോദിക്കാറുണ്ട്. സ്മാർട്ട് സിറ്റി പദ്ധതി BJP 2015 കൊണ്ടുവന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ നഗരങ്ങളുടെ വികസനത്തിന് വേണ്ടി കേരളത്തിൽ തിരുവനന്തപുരവും അതുപോലെ എറണാകുളവും ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇവിടുത്തെ കോർപ്പറേഷനുകൾ ആണ്. അപ്പോൾ അത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, കാലതാമസങ്ങൾ, ഇതെല്ലാം വലിയ പ്രശ്നങ്ങളാണ്. ഈ അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ട ഒരു കാര്യമാണ്, ഇസ്രായേലിലെ ടെല്ലവീവ് എന്ന് പറയുന്ന നഗരത്തിലേക്ക് ആളുകൾ കാർ ഓടിച്ചു വരുന്നത് വളരെ കുറഞ്ഞിരിക്കുന്നു. ഈ വല്ല ഗ്രാമത്തിൽ നിന്നൊക്കെ ഈ ടെല്ലവീവിലേക്ക് വരുന്നവർ മാത്രമേ കൂടുതലും കാർ ഓടിച്ചു വരാറുള്ളൂ. അല്ലാതെ നഗരത്തിൽ താമസിക്കുന്നവർ അവർ എന്ത് കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനൊക്കെ നടന്നോ സൈക്കിളിലോ ആണ് കൂടുതൽ പോകുന്നത്. അത് അവിടുത്തെ ഒരു നഗരത്തിൻ്റെ സംസ്കാരമായി മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ സൈക്കിളിലോ നടന്നോ ഇതേപോലെ കാര്യങ്ങൾക്ക് ഒരു സിനിമയ്ക്ക് പോകണേലോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകണേലോ അല്ല കടയിലേക്ക് പോകണേലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സലൂണിലേക്ക് പോകുന്നതിലോ ഒക്കെ നമുക്ക് അങ്ങനെ ഒരു സംസ്കാരം കൊണ്ടുവരാൻ പറ്റില്ലേ? തീർച്ചയായും പറ്റും. പക്ഷേ അത് നടക്കുന്നത് ഒരു എളുപ്പമുള്ളൊരു കാര്യമായിട്ട് മാറണം. നടക്കുന്നതിന് തണൽ മരങ്ങൾ വേണം, നടക്കുന്നതിനുള്ള ഫുട്പാത്ത് വേണം, സൈക്കിളിൽ പോകുന്നതിനാണെങ്കിൽ സൈക്ലിംഗ് ട്രാക്ക് വേണം. അതുപോലെ നമ്മൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ സൈക്കിളിൽ പോകുമ്പോൾ നമ്മൾ പട്ടി കടിക്കാൻ പാടില്ല, തുറിച്ചു നോട്ടക്കാരുണ്ടാകാൻ പാടില്ല, നടക്കുന്ന വഴിക്ക് നമ്മൾ ഈ സ്ലാബ് മാറി ഓടയിൽ വീഴാൻ പാടില്ല, നടക്കുമ്പോൾ വണ്ടി വന്ന് ഇടിച്ച് നമുക്ക് പരിക്ക് പറ്റാൻ പാടില്ല. ഇങ്ങനെ സുരക്ഷിതത്വം അത്യാവശ്യമുണ്ട്. നടക്കുന്നതിനും സൈക്കിളിൽ പോകുന്നതിനുമുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ നഗരത്തിൽ ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ കൊച്ചി നഗരമോ തിരുവനന്തപുരം നഗരമോ അല്ലെ തൃശ്ശൂരോ കോഴിക്കോടോ ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ നഗരങ്ങളിലില്ല എന്നുള്ളത് വളരെ ഗ്ലെയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമുക്ക് നടന്നൊരു കടയിലേക്ക് പോകാം, നടന്ന് സ്കൂളിൽ പോകാം, നടന്ന് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകാമെന്ന് വിചാരിച്ചാൽ ഒരു തണൽ മരങ്ങളില്ല. ഉള്ള മരങ്ങൾ തന്നെ വെട്ടി മാറ്റിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിന് ബ്രാഞ്ചസ് വെട്ടിയിട്ടുണ്ടാകും ഇലക്ട്രിക് ലൈൻ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒരു എളുപ്പമുള്ളൊരു പണിയല്ല. അതുപോലെ നടന്നാൽ പട്ടി അടിക്കാനുള്ള സാധ്യത, അല്ലെ വണ്ടി അടിക്കാനുള്ള സാധ്യത, വീഴാനുള്ള സാധ്യതയൊക്കെ വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഏറ്റവും ആദ്യം വരേണ്ടത്. അപ്പോൾ നഗരങ്ങളിൽ ഉള്ള കൺജഷൻ കുറയും. ട്രാഫിക് കൺജഷൻ എന്ന് പറഞ്ഞിട്ട് പലയിടത്തും ബഹളം ഉണ്ടാക്കുന്നുണ്ട്, ഇവിടെ ഭയങ്കര തിരക്കാണ്, ട്രാഫിക് കൺജഷനാണ് എന്നുള്ളത്. അതുപോലെ പൊല്യൂഷൻ കുറയും. നല്ല ശുദ്ധവായു നഗരത്തിൽ താമസിക്കുന്നവർക്ക് ശ്വസിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ട്രാഫിക് ബ്ലോക്ക് ഇല്ലാത്ത, ശുദ്ധവായു കിട്ടുന്ന, വെള്ളപ്പൊക്കമില്ലാത്ത, അതുപോലെ ശുദ്ധവെള്ളം കിട്ടുന്ന, ശുദ്ധജലം കിട്ടുന്ന, ആവശ്യത്തിന് കിട്ടുന്ന നഗരം. അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണേലും ആശുപത്രികളാണേലും അവിടെയൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റുന്നു. പോകുന്ന വഴിക്ക് ബ്ലോക്കില്ല. കേരളത്തിൽ എത്രയോ സ്ഥലങ്ങളിലാണ് ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫയർ എഞ്ചിൻ അവിടെ എത്താൻ പറ്റില്ല, ട്രാഫിക് ബ്ലോക്ക് കാരണോ അല്ലെങ്കിൽ അങ്ങോട്ട് തിരിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്ലാനിങ്ങോട് കൂടിയല്ല പലയിടത്തും ഈ ഫ്ലാറ്റുകൾക്ക് പെർമിറ്റ് കൊടുക്കുന്നതും. അതെല്ലാം ഈ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നത് കൊണ്ട് അവിടെ തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫയർ എഞ്ചിൻ വരണോ വേണ്ടോ എന്നുള്ളതിനെ പറ്റിയൊന്നും ആരും ആലോചിക്കാറില്ല. അതുപോലെ ഒരു ആശുപത്രിയിലേക്ക് ആംബുലൻസ് എത്തുന്നതിനുള്ള ഒരു സംവിധാനം എങ്ങനെയാണ്, അതിനെപ്പറ്റി നമ്മളധികം ചിന്തിക്കാറില്ല. വളരെ മോഡേൺ ആയിട്ടുള്ള ചില ഫ്ലാറ്റുകളിൽ മാത്രമാണ് മുകളിൽ ഒരു ഹെലിപ്പാഡും ഒക്കെ ഉള്ളത്. പക്ഷേ അത് ഇതുവരെ ആ ഒരു കൾച്ചർ കേരളത്തിൽ അങ്ങനെ അങ്ങ് ആയിട്ടുമില്ല. അപ്പോൾ നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള സുരക്ഷിതത്വം, അതുപോലെ വളരെ നല്ല ശുദ്ധവെള്ളവും അതുപോലെ വെള്ളപ്പൊക്കമില്ലാത്തൊരവസ്ഥയും ഒക്കെ നമുക്ക് ആവശ്യമാണ്. നമ്മളിപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്, തൃക്കാക്കര എന്ന് പറയുന്ന വളരെ ഇൻഫോ പാർക്കും കളക്ട്രേറ്റുമൊക്കെയുള്ള, എറണാകുളത്തിൻ്റെ കളക്ട്രേറ്റുമൊക്കെയുള്ള ആ നഗരസഭയിൽ തന്നെ വേസ്റ്റ്
കൊണ്ടുവന്നിട്ടിട്ട് അത് ഇവിടത്തേക്കും കൊണ്ടുപോകുന്നുമില്ല, അതവിടെ ആ വഴിക്ക് പോകാൻ പറ്റത്തില്ല. കളക്ട്രേറ്റിൻ്റെയൊക്കെ തൊട്ടടുത്താണ് ഈ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഹരിതകർമ്മസേന അംഗങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങളോട് പറയുന്നു ഞങ്ങൾ കളക്ട് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവന്നിടുന്നു, ഇവിടുന്ന് ആരും കൊണ്ടുപോകുന്നില്ല. ഏതൊരു കരാറുകാരനെ കൊടുത്തിരുന്നോ അയാൾ കൊണ്ടുപോകുന്നില്ല. അയാൾ നേരത്തെ മൂവാറ്റുപുഴ ഏരിയയിലേക്ക് കൊണ്ടുപോയിരുന്നു, അവിടുത്തെ നാട്ടുകാർ ഉടക്കിയത് കൊണ്ട് ഇപ്പോൾ അത് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഇപ്പോഴും ഇത്രയും വികസനം എന്ന് പറഞ്ഞ് നടന്നിട്ടും ഈ കേരളത്തിൽ വേസ്റ്റ് ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ ഇതിലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തൊരു വലിയ പ്രശ്നമാണ്, എറണാകുളത്ത് വലിയ പ്രശ്നമാണ്, വേസ്റ്റ് ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ BJP ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സീറോ വേസ്റ്റ് എന്ന് പറയുന്ന ഒരു നയം, അതുപോലെ എനർജി പോസിറ്റീവ്, വാട്ടർ പോസിറ്റീവ് എന്നുള്ള സുസ്ഥിര വികസനത്തിൻ്റെ ചില ലക്ഷ്യങ്ങൾ ഉണ്ട്. അത് ഈ സ്മാർട്ട് സിറ്റി പദ്ധതികളുടെയും ലക്ഷ്യങ്ങളാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്ന സുസ്ഥിര നഗര വികസനം. അപ്പോൾ അതിലധിഷ്ഠിതമായ സുസ്ഥിര നഗര വികസനത്തിൽ അധിഷ്ഠിതമായ ഒരു പരിപാടികളും പദ്ധതികളും ഒക്കെ തീർച്ചയായിട്ടും അത് ഇവിടെ കേരളത്തിൽ പല പല പദ്ധതികൾ കൂടി നടപ്പാക്കണമെന്ന് ലക്ഷ്യങ്ങളുണ്ട് നമ്മുടെ കോർപ്പറേഷനുകൾക്കും പഞ്ചായത്തുകൾക്കുമൊക്കെ. പക്ഷേ ഈ എക്സിക്യൂഷൻ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ടാകാം, അല്ലെങ്കിൽ അഴിമതി കൊണ്ടാകാം, അല്ലെങ്കിൽ കോർപ്പറേഷനിൽ ഭരിക്കുന്നവർക്ക് ഉത്തരവാദിത്വ ബോധമില്ല, നാട്ടുകാരുടെ ഉത്തരവാദിത്വ ബോധമില്ലാത്തതുകൊണ്ടാകാം, അല്ലെങ്കിൽ വേസ്റ്റ് അവിടെ എവിടെയും കൊണ്ടുപോയി തള്ളുന്ന ഒരു സംസ്കാരം ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കത്തില്ലല്ലോ. കേരളത്തിൽ വേസ്റ്റ് സംസ്കരണത്തിന് വേണ്ടിയിട്ട് ലോകബാങ്കിൻ്റെ ഒരു പദ്ധതി ഇവിടെ നടക്കുന്നുണ്ട്. അത് നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. ആദ്യം എന്തോ 2400-2500 കോടി രൂപ വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ അത് പിന്നീട് അത്രയും പദ്ധതികൾ നമുക്ക് നടപ്പാക്കാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് അത് 1800 കോടിയിലേക്ക് കഴിഞ്ഞ വർഷം മറ്റോ ഈ വർഷം ആദ്യം മറ്റോ അത് വെട്ടിച്ചുരുക്കി. അത് കാരണം നമുക്ക് പൈസ തരാമെന്ന് പറഞ്ഞാൽ പോലും അത്രയും മാത്രം നടപ്പാക്കാനുള്ള എക്സിക്യൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ അവസ്ഥയിൽ ഇല്ല എന്നുള്ളത് വളരെ പരിതാപകരമായൊരു കാര്യമാണ്. അപ്പോൾ ലോകബാങ്ക് നമുക്ക് സഹായം തരാമെന്ന് പറഞ്ഞു, പക്ഷേ ആ പൈസ പോലും നമുക്ക് ഉപയോഗിക്കാൻ പദ്ധതികളുടെ പരിപാടികളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് ഇവിടുത്തെ കോർപ്പറേഷനുകൾക്കോ പഞ്ചായത്തുകൾക്കോ മുനിസിപ്പാലിറ്റികൾക്കോ പറ്റുന്നില്ല. അതുപോലെ കുടിവെള്ളത്തിൻ്റെ പദ്ധതിക്കാണെങ്കിലും വിദേശ സഹായത്തോടുള്ള പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കി. പക്ഷേ അതും എന്നിട്ടും പല പല പ്രശ്നങ്ങൾ ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളത് വളരെ പരിതാപകരമായ അവസ്ഥയാണ്. അത് ഇപ്പോൾ പിണറായി വിജയൻ വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്, കേരളത്തിൽ ദാരിദ്ര്യമില്ല, അതിദാരിദ്ര്യമില്ല, അത് വളരെ സമ്പന്നമാണ് കേരളമെന്ന് പിണറായി വിജയൻ അടുത്ത കാലത്ത് പ്രഖ്യാപിച്ചു നവംബർ 1-ാം തീയതി. അപ്പോൾ അതിൻ്റെ ഒരു അപകടമെന്ന് പറയുന്നത് ഇനി വിദേശ സഹായമോ അല്ലെങ്കിൽ മറ്റ് NGOകളോ ഒക്കെ എന്തെങ്കിലുമൊക്കെ സഹായം കേരളത്തിന് നൽകണമോ എന്ന് ചിന്തിക്കുമ്പോൾ പിണറായി വിജയൻ ഇങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുകയല്ലേ ഇവിടെ ദാരിദ്ര്യമില്ല എന്നുള്ളത്. ഇനി എന്തിനാണ് കേരളത്തിലേക്ക് ഫണ്ട് നൽകുന്നത്? അപ്പോൾ നമ്മുടെ നഗര വികസനത്തിന് വേണ്ട ഫണ്ടുകൾ ഇല്ലാതാക്കുന്നൊരു നടപടിയാണ് പിണറായി വിജയൻ അടുത്ത കാലത്ത് ഈ കേരളത്തിൽ ഒരു പ്രഖ്യാപനത്തിൽ കൂടി നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്.